കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ജബൽപൂരിലുണ്ടായ ബോട്ട് അപകടത്തിൽ വൻ സുരക്ഷാ വീഴ്ച. യാത്ര തുടങ്ങുമ്പോൾ ആളുകൾക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകിയിരുന്നില്ല. ബോട്ട് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വിഷ്ണു പ്രസാദ്, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ലൈഫ് ജാക്കറ്റ് നൽകിയിരുന്നില്ല, എന്തുകൊണ്ട് അപകടമുണ്ടായി എന്നതിൻ്റെ ആ തെളിവുകൾ കൂടി പുറത്തേക്ക് വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഇന്നലെ അതായത് ഈ അപകടം നടക്കുമ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ടായിരുന്നു ഈ നർമ്മദ നദിയിലെ ഈ ബാർഗി അണക്കെട്ട് നിൽക്കുന്ന പ്രദേശത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ ബോട്ട് സർവീസ് നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രവുമല്ല, 29 പേർക്ക് ടിക്കറ്റ് നൽകിയിട്ടുള്ളൂ ഈ സർവീസിന്. പക്ഷേ ബോട്ടിലുണ്ടായിരുന്നത് 40ഓളം പേരാണ്. 28 പേരെ രക്ഷപ്പെടുത്തുകയും 9 പേർ മരണപ്പെടുകയും ചെയ്തതാണ് ഈ അപകടത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബോട്ട് യാത്ര തുടങ്ങുമ്പോൾ യാത്രക്കാർക്ക് ആർക്കും ലൈഫ് ജാക്കറ്റ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. 10 മീറ്ററിലേറെ താഴ്ചയുള്ള പ്രദേശത്തേക്ക് ഉൾപ്പെടെ പോകുമ്പോഴും ലൈഫ് ജാക്കറ്റ് നൽകാതെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഈ ബോട്ട് സർവീസ് നടത്തിയിരുന്നവർ കൊണ്ടുപോയിരുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബോട്ടിൽ വെള്ളം കയറി തുടങ്ങിയപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ലൈഫ് ജാക്കറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 29 ടിക്കറ്റുകൾ നൽകി 29 ലൈഫ് ജാക്കറ്റുകൾ മാത്രമേ ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. 40ഓളം പേർ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നതും ഇപ്പോൾ വ്യക്തമാവുകയാണ്. എന്തായാലും ഒരു ഉന്നതതല സമിതിയെ ഇന്നലെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇതിന് പിന്നിലെ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടി. എന്തായാലും ആ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നതിനിടെയാണ് അപകടത്തിന് തൊട്ടു മുൻപുള്ള ബോട്ടിലെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അഭിലാഷ്, സങ്കടകരമാണ്. അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്.